പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ചക്ക സീസണൊക്കെ അല്ലേ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് കൂടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് നമുക്ക് വായനയിലപ്പം ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ഈ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. രാത്രിയിലായിരുന്നു കേട്ടോ നമ്മൾ ഈ വായനയില പിച്ചാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം നമുക്ക് ഇരുട്ടത്ത് നിന്നെടുത്ത വീഡിയോ ആയതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല. അപ്പം അതുമല്ല, ഞാൻ എടുത്തിരിക്കുന്ന ഒരു ആംഗിളും കറക്റ്റ് അല്ല. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റേഷ്യോയിൽ തന്നെ. പക്ഷേ ഞാൻ ഈ ഒരു ഇല പിച്ചുന്ന ഒരു വീഡിയോ മാത്രം ഷോർട്സിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് റേഷ്യോയിലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു ചക്കയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ അമ്മ എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു, നമ്മുടെ ഫേസ് കാണിക്കലോന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അമ്മയെ കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഉണ്ട ശർക്കരയായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. ആ ശർക്കരയെല്ലാം ചീകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ഏലക്കായ നമ്മൾ പൊടിച്ചെടുത്തു. പിന്നെ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ ഗോതമ്പ് പൊടി നമ്മളൊരു പാത്രത്തിലോട്ടിട്ട്, പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു ആ കൂഴച്ചക്കയ്ക്ക്. കൂഴച്ചക്കയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പോരാത്തതിന് പിന്നെ നമ്മൾ ഉണ്ട ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലോട്ട് ചക്ക ചേർത്തു. ചക്ക ചേർത്തതിന് ശേഷം ചിരകി വെച്ചിരുന്ന തേങ്ങയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചീകി വെച്ചിരുന്ന ഒരു ശർക്കര, ഒരു ഉണ്ട ശർക്കര, അത് മുഴുവനായിട്ട് നമ്മൾ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 3-4 ഏലക്കായ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കൂഴച്ചക്കയും കൂടി ആയതുകൊണ്ട് നല്ലപോലെ കുഴഞ്ഞു വന്നു. നമ്മൾ അത് നല്ലപോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തു കേട്ടോ. അമ്മ ഇത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് കുഴച്ചെടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വയനയില എടുത്ത് കുമ്പിൾ കുത്തി ഈർക്കിൽ കൊണ്ട് കുത്തി വെച്ചിട്ട് അത് ലോക്ക് ചെയ്ത്, എന്നിട്ട് നമ്മൾ അതിനകത്തിലോട്ടി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് പിന്നെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വയനയില അപ്പോൾ എല്ലാം ആ ഒരു ഇഡ്ഡലിക്കുട്ടകത്തിലോട്ട് എടുത്ത് വെച്ച് അത് അടച്ച് വെച്ച് നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും ഒരു 5 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ റെഡി ആയി കഴിയുമ്പോഴത്തേക്കിനും വരുന്നൊരു മണമുണ്ട് ഗൈസേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടില മണമാണ്. കാരണം ആ ഒരു വയനയിലയുടെയും ചക്കയുടെയും എല്ലാം കൂടി, ഏലക്കായും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു മണം വരും. അപ്പോൾ അതിങ്ങനെ വെന്ത് വരുന്നൊരു ആവി ഇങ്ങനെ വരുന്നുണ്ട്, അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ മഴ സമയത്ത് ഈ ഒരു വയനയിലയപ്പവും കുറച്ച് കട്ടൻ ചായയൊക്കെ ആയിട്ട് മഴയത്ത് പോയിരുന്ന് കഴിക്കുകയാണെങ്കിൽ എന്നാ കിടിലമായിരിക്കും എന്നറിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് എത്തുന്നിടം വരെ ബൈ ഗൈസ്.